ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയൊരു വിഭവമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. മേഡം ആൻറ്റിയുടെ നാടൻ സ്രാവ് തോരൻ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ബായോ. ഇന്ന് നമ്മൾ സ്രാവ് തോരനാണ് വെക്കുന്നത്. സ്രാവ് ആദ്യമേ അതെല്ലാം നീറ്റാക്കി എല്ലാം എടുത്ത് ഒരു മൺചട്ടിയിലാണ് എടുത്ത് വച്ചതിന് ശേഷം അതിൽ വെള്ളം ഒഴിച്ച് സ്രാവ് അതിൽ വെച്ച് അടുപ്പിൽ വെച്ച് പിന്നെ അത് വേവുന്നത് വരെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അടുപ്പിൽ വെച്ച് സ്രാവ് നല്ലതുപോലെ വെട്ടി തിളച്ച് അത് വെന്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പിടുകയാണ്. ഉപ്പിട്ട് ഇനി കുറച്ചും കൂടെ വേവാറുണ്ട്. വെന്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കും. എന്നിട്ട് ഇതിന്റെ തോല് നമ്മൾ കൈ വെച്ച് കളയും. വേവിച്ച മീന് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോഴേ സ്രാവ് വെന്ത് കഴിഞ്ഞ് ഞാൻ ആറാൻ വെച്ചിരുന്ന് അത് തണുത്തതിന് ശേഷം സ്രാവിന്റെ തോല് ഇങ്ങനെ കളഞ്ഞെടുക്കുകയാണ്. സ്രാവിന്റെ തോല് ഞാൻ കളഞ്ഞെടുക്കുകയാണ്. ഇതെല്ലാം ഇതേപോലെ എല്ലാം ഇങ്ങനെ കളഞ്ഞെടുക്കണം. ഇതിന് ചത മാത്രമാണ് എടുക്കാനുള്ളത്. തിരുവനന്തപുരത്താണെങ്കിൽ ഇത് സ്രാവാണെന്നാണ് പറയുന്നത്. ഇനി മറ്റ് ജില്ലകളിൽ എന്ത് പേരാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. സ്രാവ് തോരത്തിന് ആവശ്യമായ ചേരുവകളാണ് ഞാൻ ഇതിൽ വച്ചിരിക്കുന്നത്. 10 പച്ചമുളക്, ശകലം ജീരകം, ചെറിയ മീഡിയം സൈസ് ഒരു തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, വെളുത്തുള്ളി, ഒരു സവാള, മീഡിയം സൈസ് സവാളയും കൂടെ നമ്മൾ ഇതിലോട്ട് ഇടുകയാണ്. അതിനുശേഷം ഇത് മിക്സിയിലിട്ട് ഒന്ന് നമ്മൾ തോരത്തിന് ആട്ടുന്നത് പോലെ ഒന്ന് ആട്ടിയെടുക്കുകയാണ്. തേങ്ങ ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് അതിലോട്ട് കുരുമുളക് പൊടി ഇട്ട് ജീരകം ഇടുന്ന്, വെളുത്തുള്ളി രണ്ടായിട്ട് ഞാൻ കീറിയിടുകയാണ്. അവിടെ ഒന്ന് നേർന്നൊന്നും പോകരുത്. നമ്മൾ സാധാരണ എങ്ങനെയാണ് നമ്മൾ തോരത്തിനൊക്കെ ആട്ടിയെടുക്കുന്നത് അതേപോലെ തന്നെ ഇതിനും ആട്ടിയെടുത്താൽ മതി. അപ്പൊ തോരത്തിന് ആവശ്യം അതാ തേങ്ങയെല്ലാം ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായത് തേങ്ങ എടുത്ത്, മഞ്ഞൾപ്പൊടി എടുത്ത്, കുറച്ച് ജീരകം എടുത്ത്, പിന്നെ അതിലോട്ട് വെളുത്തുള്ളി ഇട്ട്, കുരുമുളക് പൊടി ഇട്ട്, പച്ചമുളക് ഇട്ട്, സവാള എല്ലാം കൂടെ ചേർത്താണ് ഇത് ആട്ടി വെച്ചിരിക്കുന്നത്. സ്രാവ് അതിന്റെ തോലൊക്കെ കളഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പിടുന്നു. എന്നിട്ട് നമ്മൾ ആട്ടി വെച്ചിരിക്കുന്ന തോരത്തിന് ആട്ടി വെച്ച് ആ അരപ്പെടുത്ത് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. അതിനുശേഷമാണ് നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് കരിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ ഇതെടുത്ത് അതിലോട്ടെടുത്ത് ഇട്ട് കൊടുക്കുന്നത്. ചട്ടി ചൂടായതിന് ശേഷം അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ചൂടായതിന് ശേഷം പിന്നെ അതിലോട്ട് കടുക് ഇടുകയാണ്. കടുക് പൊട്ടിയതിന് ശേഷം കരിവേപ്പില ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്രാവ് തോരൻ അത് വേകാനായിട്ട് അരപ്പെല്ലാം എടുത്തിട്ട് കൊടുക്കുന്നു. സ്രാവും ആട്ടിയ ചേരുവകളെല്ലാം ചേർത്ത് വെച്ചിരുന്നതാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളൊരു സ്പൂണിനെടുത്ത് അതിലേക്ക് കറക്കി കൊടുക്കുകയാണ്. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് മൂടി നമുക്ക് തുറക്കാം. 15 minutes later. മൂടി മാറ്റിയതിനു ശേഷം ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതൊന്ന് കറക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് മൂട്ടിൽ പിടിക്കും. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് എങ്ങനെയുണ്ടെന്നൊന്ന് കഴിച്ചു നോക്കാം. ഇത് എങ്ങനെയുണ്ടെന്നൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് ഈ തോരൻ. ആഹാ, ഇത്രയും ടേസ്റ്റുള്ള തോരനെ ഇതുവരെയും കഴിച്ചിട്ടില്ല. വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മേഡം ആൻറ്റിയുടെ നാടൻ സ്രാവ് തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല മണമുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും മേഡം ആൻറ്റിയുടെ നാടൻ സ്രാവ് തോരൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.